ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് അജ്മൽ. ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറാണ്. LIC ഫണ്ടുകൾ ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് കൂടി ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന എൻക്വയറീസ് ഫ്രം അബ്രോഡ്, നാട്ടിൽ നിന്ന് പെൻഷൻ ഫണ്ടിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പെൻഷൻ ഫണ്ടുകളുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് LICയുമായിട്ടാണ്. സോ LIC പ്രൊവൈഡ് ചെയ്യുന്ന, അതല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന പെൻഷൻ ഫണ്ട് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. യങ്സ്റ്റേഴ്സിനുള്ളതുണ്ട്, സീനിയർ സിറ്റിസൺസ് ആളുകൾക്ക് ഉള്ളതുണ്ട്, ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലൈഫിലും പെൻഷൻ കിട്ടുന്ന രീതിയിലുള്ളതുണ്ട്. ഇനി നിങ്ങളൊരു പ്രവാസിയോ അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവൻറ്റോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു 30 വയസ്സുള്ള ഒരു വ്യക്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മിനിമം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 5 കൊല്ലത്തിൻ്റെ ടൈമാണ്. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 16 കൊല്ലമാണ്. അതായത് 30 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ മിനിമം ചെയ്യേണ്ടത് 35 വയസ്സ് വരെ, വെറും 5 കൊല്ലം പേയ്മെൻറ്റ് വരുന്നുള്ളൂ. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 16 കൊല്ലമാണ്, മാക്സിമം 46 വയസ്സ് വരെ. അപ്പോൾ ഞാനൊക്കെ ചെയ്തിരിക്കുന്നത് മാക്സിമം ടൈമാണ്. അപ്പോൾ മാക്സിമം ടൈമിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കിട്ടുന്ന പെൻഷൻ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഇതിൻ്റെ എനി ടൈം സറണ്ടർ ചെയ്യാം. നമുക്കിപ്പോൾ പെൻഷൻ നമ്മളൊരു 10 കൊല്ലം മേടിച്ചു, നമുക്കിന് പെൻഷൻ വേണ്ട, നമുക്ക് നമ്മളെ ഫണ്ട് തിരിച്ച് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ മേടിച്ച പെൻഷൻ കൂടാതെ നമുക്ക് നല്ലൊരു സറണ്ടർ വാല്യൂ നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്. അതായത് ഇന്ന് ഒരാൾ പെൻഷൻ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സപ്പോസ് ഒരു 10 lakhs പെൻഷൻ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുക. നാളെ അദ്ദേഹത്തിന് ഒരു സ്വാഭാവികമായിട്ടുള്ള മരണം സംഭവിക്കുകയാണെങ്കിൽ, ഒന്നും ഒരായിക്കട്ടെ, സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ 10 lakhs നോമിനിക്ക് പോകും. അത് ഈ അപകടം മൂലമാണെങ്കിലും, അപകടം വെച്ചാൽ എനി ടൈപ്പ് ഓഫ് ആക്സിഡൻറ്റ്, റോഡ് ആക്സിഡൻറ്റ് ആവാം, സ്നാക്ക് ബൈറ്റ്, ഫയർ ബേൺ, വെള്ളത്തിൽ വീണ്, അല്ലെങ്കിൽ ഒരു സർജിക്കലിനകത്ത് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 20 lakhs ഇരട്ടിയാണ് ക്ലെയിമായിട്ട് പോവുക. ഇനി ഒരു അപകടം മൂലം ഡിസബിലിറ്റി ആണെങ്കിലോ അദ്ദേഹത്തിന് ഡിസബിലിറ്റി ബെനിഫിറ്റ് കൊടുക്കുകയും ചെയ്യും, ലൈഫും പെൻഷൻ കൊടുക്കുകയും ചെയ്യും, ഒറ്റ പേയ്മെൻറ്റാണ് ചെയ്തെങ്കിൽ പോലും. ഈ പറഞ്ഞിരിക്കുന്ന കവറേജ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കവറേജ് ആണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ വെച്ച് മാത്രമല്ല, ലോകത്തിൻ്റെ എവിടെ വെച്ച് ഈ പറഞ്ഞ വ്യക്തിക്ക് ഒരു ക്ലെയിം സംഭവിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ ക്ലെയിം എമൗണ്ട് മുഴുവനായിട്ടും നോമിനിക്ക് കൊടുക്കപ്പെടുന്നതാണ്. അപ്പോൾ പെൻഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ്സ്, അതിൻ്റെ സറണ്ടർ വാല്യൂ, അതിൻ്റെ കവറേജ്, പിന്നെ ഒഫീഷ്യൽ കൊട്ടേഷൻ എന്നിവയ്ക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്താണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ നേരിട്ട് വരാം. അതല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ഒരു വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഈ വീഡിയോ വളരെ കുറച്ച് പേരിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, സിബ്ലിങ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ഇപ്പോൾ നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജീവനക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രവാസി സഹോദരങ്ങൾ അല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒഫീഷ്യൽ കൊട്ടേഷൻ ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറയുന്ന പോലെയല്ല, ഇതിൻ്റെ ഒഫീഷ്യൽ കൊട്ടേഷൻ ഉണ്ട്. അതിൽ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, സറണ്ടർ വാല്യൂ ഉണ്ട്, നമുക്ക് ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കവറേജ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പറയണമെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനൊരു പ്ലാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ. താങ്ക് യു.